ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചറമ്മയുടെ നാളത്തെ സൂപ്പർ പ്രമോവിശേഷത്തിലേക്ക് സ്വാഗതം. എന്തായാലും ടീച്ചറമ്മയ്ക്ക് അല്പം ആശ്വാസം ലഭിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം തൻ്റെ ക്ലാസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മിസ്സായ കുട്ടിയെ തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. വേറെ ആരുമല്ല, ഈ കുട്ടിയെ അവിടുന്ന് മിസ്സാകുവാൻ പ്രധാന കാരണം ഈ ആ വാർഡിലെ മെമ്പറായ പ്രീതയുടെയും വിനോദിൻ്റെയും കുട്ടിയാണ്. അപ്പം എന്തായാലും രാഷ്ട്രീയമായിട്ട് ഒരുപാട് സ്വാധീനമുള്ള ഒരു മാതാവിൻ്റെ കുട്ടിയാണ് മിസ്സായത്. അതുകൊണ്ട് തന്നെ പോലീസും ശക്തമായി ഇടപെടുന്നു. അങ്ങനെ പോലീസും PTA പ്രസിഡന്റ് ആ സമ്മർദ്ദം മൂലം നമ്മുടെ ടീച്ചറമ്മയെ എങ്ങനെയെങ്കിലും പ്രതിയാക്കി എങ്ങനെയെങ്കിലും വേദനിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു. അല്ലാതെ കുട്ടിയെ അന്വേഷിച്ചു പോകുവാൻ നോക്കാതെ ആദ്യം തന്നെ ടീച്ചറമ്മയും ആ സ്കൂളിനെയും അപമാനപ്പെടുത്തുന്നു. അങ്ങനെ എന്തായാലും ടീച്ചറമ്മ വളരെ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടീച്ചറമ്മയുടെ കൂട്ടുകാരി ടീച്ചറിൻ്റെ മോൻ ഈ കാര്യം അറിയുകയും അങ്ങനെ തന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ അന്വേഷണം നടത്തി ഒടുവിൽ ഈ പെൺകുട്ടി മിസ്സായതാണ്, ആരും തട്ടിക്കൊണ്ട് പോയതല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കണ്ടുപിടിച്ച് അന്വേഷണം ചെന്നെത്തിയത് ഈ കുട്ടിയുടെ സ്വന്തം അച്ഛനായ വിനോദിൻ്റെ അടുക്കലാണ്. അപ്പോൾ വിനോദും പ്രീതിയും തമ്മിൽ അകന്നു കഴിയുകയാണ്. അവരുടെ കുടുംബജീവിതത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. എന്തായാലും പ്രീത ഒരു മെമ്പറൊക്കെ ആയതുകൊണ്ട് രാഷ്ട്രീയമായിട്ടും അതുപോലെ രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് തൻ്റെ ഭർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ട് അവർ പരസ്പരം അകന്നു നിൽക്കുകയാണ്. അപ്പോൾ പ്രീത തൻ്റെ കുഞ്ഞിനെ, ആ പെൺകുട്ടിയെ ഒരു കാരണവശാലും തൻ്റെ ഭർത്താവായി വിനോദിനെ കാണിക്കില്ല എന്നൊരു ശാഠ്യം പിടിക്കുകയും കുറച്ച് കാലങ്ങളായിട്ട് ഈ കുട്ടിയെ തൻ്റെ കുഞ്ഞിനെ കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിലെത്തിയ തൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞിന് തൻ്റെ അച്ഛനെ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട് അതിൻ്റേതായ സന്തോഷത്തിൽ കുഞ്ഞും ഈ അച്ഛനായ വിനോദിൻ്റെ കൂടെ പോവുകയാണ്. അപ്പം എന്തായാലും വിനോദിൻ്റെ അമ്മ തൻ്റെ പേരക്കുട്ടിയെ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി. അപ്പം എന്തായാലും തൻ്റെ വല്യമ്മേനെ കാണിക്കാമെന്ന് ഒരു തീരുമാനം കൂടി എടുത്ത് അങ്ങനെ കുഞ്ഞുമായിട്ട് പെട്ടെന്ന് തന്നെ ഈ വല്യമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ വിനോദിൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയും അവർ പരസ്പരം ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയും അതുപോലെ തന്നെ ഒരുപാട് കാലമായല്ലോ തൻ്റെ മരുമകൾ മുഖേന തൻ്റെ പേരക്കുഞ്ഞിനെ പോലും കാണിക്കാതെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് തൻ്റെ മോൻ തൻ്റെ പേരക്കുട്ടിയുമായിട്ട് വരുന്നത്. അങ്ങനെ അവരെ വെച്ച് കരയുകയും അതുപോലെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ഒരു അമ്മയുടെ മനസ്സ് അവിടെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അങ്ങനെ തൻ്റെ പേരക്കുഞ്ഞിനെ തൻ്റെ മോൻ്റെ കുഞ്ഞിനെ ലാളിക്കുകയും ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത സമയം അതിക്രമിച്ചു പോയത് രണ്ടുപേരും ഈ മുത്തശ്ശിയും അതുപോലെ കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞിൻ്റെ അച്ഛനായി വിനോദും കുഞ്ഞും അറിയാതെ വരികയും അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് കൃത്യസമയത്ത് സ്കൂളിൽ എത്തിക്കാമെന്നൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനത്തോടു കൂടിയാണ് വിനോദ് കുട്ടിയുമായിട്ട് പോയത്. അത് പ്രശ്നമാകി അങ്ങനെയാണ് കുട്ടിയെ മിസ്സായെന്നുള്ള വിവരം പോലീസിലും നാട്ടിലും എല്ലാം അറിയുന്നത്. ഇതിനിടയിൽ നമ്മുടെ വീണ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറമ്മയുടെ പുന്നാരമോള് ഇച്ചിരി നല്ലൊരു തൻ്റെ അമ്മയോട് കൂടുതൽ കുടുംബത്തിൽ സ്നേഹമുള്ള തൻ്റെ ഇളയ മോള് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് പോലീസുകാർ തൻ്റെ അമ്മയെ അപമാനിക്കുന്ന സംഭവം അറിയുകയും അങ്ങനെ ഇതുപോലെ ഇങ്ങനെ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ തൻ്റെ ടീച്ചർമ്മയുടെ മോള് ലൈവ് വിടുകയും അങ്ങനെ ഇത് ലൈവ് വിട്ട് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ SI ടീച്ചർമ്മേനെ പുറത്തു വിടുക അല്ലെങ്കിൽ ടീച്ചർമ്മേനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഈ ടീച്ചറമ്മയുടെ കൂട്ടുകാരിയായ ടീച്ചറുടെ മോൻ, പേര് കറക്റ്റായിട്ട് അറിയുന്നില്ല, അതുകൊണ്ടോ എന്തായാലും 2 ദിവസം ശരിയാവും, ഇദ്ദേഹം ഈ കുട്ടിയും വിനോദുമായിട്ട് വരികയും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയാണ്, കുട്ടി മിസ്സായതല്ല സാർ എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുക. കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിനോദും മോളും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഭാഗമുണ്ട്. ഇത് കണ്ട് പെട്ടെന്ന് ഈ പ്രീതയ്ക്ക് ദേഷ്യമുണ്ടാകുകയും പ്രീത പെട്ടെന്ന് പറയാം, സാറേ ഇദ്ദേഹമാണ് എൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് SI ചോദിക്കുകയാണ്, ഇതാരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം അവിടെ കൂടി നിന്ന് എല്ലാവരും പറയുവാണ്, ഇത് ഈ കുട്ടിയുടെ അച്ഛനാണ് എന്ന് പറയുകയാണ്. അപ്പം പോലീസുകാർക്കും കൺഫ്യൂഷൻ ആകുന്നുണ്ടോ. അങ്ങനെ ഇതിനെല്ലാം എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ എന്നാണ് കാട്ടിക്കൂടുന്നത്, നിങ്ങളുടെ കളിതമാശയ്ക്കുള്ള ഒരു ഇടമാണോ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് SI കേട്ടോ. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും പറയുക, ഈ കുട്ടിയുടെ അച്ഛനാണ് വിനോദ്, ഈ കുട്ടിയുടെ അമ്മയാണ് പ്രീത. പക്ഷേ ഇവരുടെ ഇടയിൽ ചില പ്രശ്നമുണ്ട്.
അവരുടെ ഫാമിലി ചെറിയ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് രണ്ടുപേരും അകന്ന് താമസിക്കുന്നതുകൊണ്ട് തന്നെ പ്രീത ഈ കുട്ടിയെ തൻ്റെ അച്ഛനെയോ അച്ഛൻ്റെ അമ്മേനെയോ കാണിക്കാത്തത് കൊണ്ട് സ്കൂളിൽ വന്ന് വിനോദ് കാണുകയും അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷത്തിൽ തൻ്റെ അച്ഛമ്മേനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്, അതാണ് സമയം പോയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയും ആ മിസ്സായ കുട്ടിയെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കുട്ടിയെ, കാണാതായ കുട്ടിയെ തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. എന്തായാലും ഇത് വളരെ സന്തോഷകരമാകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ടീച്ചറമ്മയ്ക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമാണ്. അതിനുശേഷം കാണുന്നത് പിറ്റേ ദിവസം അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ മകേഷിൻ്റെ ഈ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളോടുള്ള ഈ കൂടുതലുള്ള സമീപനം, വിവാഹം കഴിച്ച കുട്ടികളുണ്ടെങ്കിലും മറ്റ് പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള പഞ്ചാരയടി ഇത് നമ്മുടെ രേണു അറിയുകയും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ മകേഷ് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മുടെ മകേഷുമായിട്ട് നമ്മുടെ രേണു വഴക്കുണ്ടാക്കുകയും അവിടെ കിടന്ന് വമ്പൻ പ്രകടനങ്ങളൊക്കെ കാണാം. അവരുടെ കുടുംബജീവിതം ഏകദേശം തമ്മിത്തല്ലി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ഒടുവിൽ നമ്മുടെ രേണു പറയുകയാണ്, ഞാൻ അങ്ങനെ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ മരിക്കുകയാണെങ്കിൽ മകേഷിനെ കൊന്നിട്ടേ മരിക്കുള്ളൂ എന്നൊക്കെ ഒരു തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അതിനുശേഷം കാണുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പ്രീത, നമ്മുടെ ഈ മിസ്സായ കുട്ടിയുടെ അമ്മ ടീച്ചറുമായിട്ട് സംസാരിക്കുകയും ഒരു കാരണവശാലും ഇനി തൻ്റെ കുട്ടിയെ ഈ മകേഷിനെ കാണിക്കില്ല എന്നൊരു തീരുമാനം പ്രീത എടുക്കുമ്പോൾ ടീച്ചറമ്മ ചില ഉപദേശങ്ങൾ നൽകി പ്രീതയുടെ പഴയകാല ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നൊരു ഭാഗമാട്ടോ. എന്തായാലും ഒരു പഴയകാല ഒരു ഭാഗം കാണുമ്പോൾ പ്രീതയും വിനോദും തമ്മിൽ അടുക്കുവാൻ കാരണം, അവർ ഒന്നിച്ച് ജീവിക്കുവാൻ കാരണം, അവർക്കൊരു കുട്ടി ഉണ്ടാകുവാൻ കാരണമായതും ഈ ടീച്ചറാണ്. ഇവർ തമ്മിലുള്ള ആ കുട്ടിക്കാലത്തെ പ്രീതയും വിനോദും തമ്മിലുള്ള ആ സ്നേഹബന്ധം, കളിക്കൂട്ടുകാരായിരിക്കുന്ന കാലത്ത് മുതലുള്ള ആ സ്നേഹബന്ധം ഇത്രത്തോളം എത്തിയതിനെക്കുറിച്ചൊക്കെ ഒരു പഴയകാല ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ സംഭവിക്കുന്നത് വീണ്ടും ടീച്ചറമ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന തൻ്റെ ഇളയ മോള് ടീച്ചറാകാൻ പോകുന്ന ആ കുട്ടി, ആ ടീച്ചറാകാൻ പോകുന്ന തൻ്റെ മോള്, ആ ടീച്ചറമ്മയ്ക്ക് ഒരുപാട് വിശ്വാസമുള്ളൊരു പെൺകുട്ടിയാണ്, ഒരു മോളാണ്. ഇളയ മോളായതുകൊണ്ടും അത് മാത്രമല്ല അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ടീച്ചറമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആ കുടുംബത്ത് സ്നേഹവും ടീച്ചറമ്മയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന തൻ്റെ ഇളയ മകളുടെ ചില രഹസ്യ വിവരങ്ങൾ ടീച്ചറമ്മ കണ്ടുപിടിക്കുകയും അത് ടീച്ചറമ്മയെ ഏറെ തളർത്തുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ. എന്തായാലും ഈ കുട്ടിയുടെ നമ്മുടെ ടീച്ചറിൻ്റെ ഇളയ മോളുടെ റൂമിൽ ചെന്ന് ചില ബുക്കുകളൊക്കെ ടീച്ചർ എടുത്ത് മാറ്റുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു ഫോട്ടോ നിലത്തേക്ക് വീഴുന്നൊരു ഭാഗമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ ഈ തൻ്റെ മോളുടെയും മറ്റൊരു പുരുഷനും തമ്മിലുള്ള ഒരു ഫോട്ടോ. ഇത് ടീച്ചറമ്മയെ മാനസികമായി തകർത്ത് കളയുകയും അമ്പരന്ന് നിൽക്കുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ടീച്ചറും തൻ്റെ ഇളയ മോളുമായിട്ട് ഈ വിഷയത്തിൽ ഒരു വലിയൊരു യുദ്ധമുണ്ടാകുക, അല്ലെങ്കിൽ ഒരു തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയൊക്കെ ചെയ്യുന്ന നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം തകർന്നു നിൽക്കുന്ന ടീച്ചറെ അപായപ്പെടുത്തുവാൻ ചില സംഘങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും കടാരയുമായിട്ട് അല്ലെങ്കിൽ മാരകായുധങ്ങളുമായിട്ട് ടീച്ചറെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണമെന്നൊരു ലക്ഷ്യവുമായിട്ട് ചില വ്യക്തികൾ രാത്രിയിൽ ടീച്ചറമ്മയുടെ വീട് വളയുകയും ചെയ്യുന്നൊരു ഭാഗമാക്കി കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ടീച്ചറമ്മയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആർക്കും അറിയാത്ത, തൻ്റെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒന്നും അറിയാത്ത ചില ശത്രുക്കളും ചില പ്രശ്നങ്ങളും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചില ഭാഗങ്ങളും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോവിശേഷവുമാണ് ഞാൻ പറയുന്നത്. വരും ദിവസം മുതൽ കൃത്യമായി കഥയെക്കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം കൃത്യമായ ഓരോ ദിവസത്തെയും പ്രമോവിശേഷവും റിയൽ വിശേഷവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.